ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാ. അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന് ദേവസ്വത്തിന്റെ ഓഫീസർ വിനോദ് കുമാർ സാർ, അദ്ദേഹം വേദിയിരിപ്പുണ്ട്. സത്യം പറഞ്ഞ എന്ത് കാര്യം പറഞ്ഞാലും കൂടെ അതുപോലെ നിൽക്കും. ഞാൻ അധികം ഇവിടെ കാണത്തില്ല. അതുപോലെ രാജേഷ് ബാബു, എനിക്ക് വന്ന് ഈ പ്രദേശത്ത് ആരും കാണത്തില്ല. 4 വർഷം അടുപ്പിച്ച് നിർമ്മാല്യത്തിന് മുടങ്ങാതെ ഇവിടെ വരുന്ന വ്യക്തിയാണ് രാജേഷ് ബാബു. രാജേഷിന്റെ കുടുംബത്തിനും മഹാദേവന്റെ മാണതിനെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ ഈ വർഷം ശബരിമല എല്ലാ ഭക്തർക്കും നല്ല രീതിയിൽ തൊഴുവാനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതി പല സ്റ്റേറ്റുകളിൽ വന്ന് എന്റെ പല സുഹൃത്തുക്കൾ വിളിച്ച് ഇതുപോലെ അനുഭവം ശബരിമല ഉണ്ടായിരുന്നു. അതേ രീതി നല്ല രീതിയിൽ തൊഴുവാൻ പറ്റി. ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ പ്രശാന്തും അതോടൊപ്പം തന്നെ നമ്മുടെ അജി മെമ്പറും സുന്ദരേശൻ മെമ്പറും അവിടെ ക്യാമ്പ് ചെയ്ത് ഭക്തർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. അവർക്ക് മഹാദേവന്റെയും മഹാനാഥന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുതന്നെ ഇവിടെ ഒരു ആദരവ് ചടങ്ങുണ്ട്. അത് നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജനപ്രിയ നായകൻ ദിലീപേട്ടൻ മലയാളത്തിലെ 3 സിനിമ കിടിലം 3 സിനിമയാണ് അദ്ദേഹത്തിന്റെ 2-3 മാസത്തിനുള്ള റിലീസ് ആകാൻ പോകുന്നത്. ഗംഭീര സിനിമയാണത്. എനിക്ക് 100% വിശ്വാസമുണ്ട്. എന്റെ പ്രിയ സുഹൃത്ത് ലിസ്റ്റിനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ഞാൻ ഉപയോഗിച്ച് കണ്ടപ്പം പറഞ്ഞു അയ്യത്തട്ട വളരെ ഗംഭീരമായ സിനിമയാണ്. മഹാദേവൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ അനുഗ്രഹിക്കും. ദിലീപേട്ടൻ ഗംഭീരമായി മലയാള സിനിമയ്ക്കകത്ത് തിരിച്ചു വരുമെന്ന് വിനായകനായി പറയുവാണ്. ഇവിടെ ദിലീപേട്ടൻ നിങ്ങളടുത്ത് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഈ യോഗത്തിൽ എല്ലാവരും സംസാരിക്കുന്നത് കേട്ടിട്ടേ പാവൂ, എരുമണ്ണിച്ച് പോകരുത് ദേവിയിൽ. വേദിയിലിരിക്കുന്ന വിശിഷ്ട
വ്യക്തികളെ, നമ്മുടെ അധ്യക്ഷൻ വിനായക എസ് അജിത് കുമാർ, ചേങ്ങറ സുരേന്ദ്രൻ അവർ, അഡ്വക്കേറ്റ് എ അജിത് കുമാർ അവർ, ശ്രീ ജി സുന്ദരേശൻ, അഡ്വക്കേറ്റ് കെ ഉണ്ണികൃഷ്ണൻ അവർ, ജി തങ്കപ്പിള്ള ചേട്ടൻ തുടങ്ങി നമ്മുടെ പ്രിയപ്പെട്ട മറ്റൊരു സഹോദരൻ അഭിലാഷ്, പിന്നെ വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ടാതിഥികളെ, കൊട്ടാരക്കരയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നമസ്കാരം. ചേച്ചി, ഞാനിതൊന്നും തീർത്തോട്ടെ, പൊളിച്ചടക്കരുത്. കാരണം ഒന്നാമത് പ്രസംഗം വലിയ പേടിയുള്ള ലൈറ്റാണ്, ഫ്ലോ കളയരുത്. സന്തോഷകരമായിട്ടുള്ള ഒരു സായാഹ്നത്തിൽ തുടങ്ങിയ ഒരു ചടങ്ങാണ്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വരുമ്പോൾ, ഈ വേദിയിൽ നിൽക്കുമ്പോൾ, എനിക്ക് തോന്നുന്നത് ഒരു ടെമ്പററി സ്റ്റേജ് ആയിരുന്നു തോന്നുന്നു. അത് ഒരു പെർമനന്റ് സ്റ്റേജ്, ഒരു വലിയൊരു ഓഡിറ്റോറിയം മാറിയിരിക്കുകയാണ്. ഒരു നാടിനെ സംബന്ധിച്ച് അവിടുത്തെ ദേവാലയങ്ങൾ, ക്ഷേത്രമായാലും പള്ളിയായാലും, അത് ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും ഒക്കെ ആ നാടിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ നാട്ടുകാരുടെ വളർച്ച, നാട്ടുകാരുടെ ഐശ്വര്യം എല്ലാം വിളിച്ചു പറയുന്നതാണ്. ഒരു നാട്ടിലേക്ക് ഇറങ്ങിയാൽ നമുക്കത് കാണാം. ഇന്നിവിടെ വരുമ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. അതിന് ചുക്കാൻ പിടിച്ച ദേവസ്വം ബോർഡും അതിലെ മെമ്പേഴ്സും, അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഗംഭീരമായിട്ടുള്ള പ്രൗഢിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അതിന് തയ്യാറെടുത്ത വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ ഒരു സഹോദരനായ അജിത് കുമാറിൻ്റേത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കാശ് വേണമെങ്കിൽ പലിശയ്ക്ക് മാറ്റിവെക്കാം, അതുപോലെ മ്യൂച്വൽ ഫണ്ടിലിടാം, സ്വന്തമായിട്ട് ഇത് ആസ്വദിക്കുകയും ചെയ്യാം. പക്ഷേ തലമുറകൾക്ക് വേണ്ടി അദ്ദേഹം ചെലവാക്കുന്ന ആ പൈസ, അത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. അത് ഈ നാടിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ വലിയ മനസ്സിന് മുമ്പിൽ നമസ്കരിക്കുന്നു. കാരണം അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, ഇനി കൊടിമരമാണ്, അത് അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടില്ല, അങ്ങനെയൊന്നും അദ്ദേഹം സംസാരിക്കരുത്. നമ്മുടെ സർവേശ്വരൻ അദ്ദേഹത്തിന് ദീർഘായുസ് ഒക്കെ കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടും ഒക്കെ ഉയരട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളും അത് തന്നെ പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് നമ്മളുടെ സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമേ അദ്ദേഹം ആവശ്യപ്പെടുന്നുള്ളൂ. ബാക്കി അദ്ദേഹം ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരാള് ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഓരോ നാടിനും അങ്ങനെ ഓരോ വ്യക്തികളുണ്ടായാൽ നമ്മുടെ കേരളം നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് അർത്ഥവത്താക്കുന്ന ഒന്ന് തന്നെയാണ്. ഓരോ ഗ്രാമത്തിലും ഇതുപോലുള്ള അജിത് കുമാർമാരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് എ അജിത് കുമാർ സാർ ഇവിടെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എന്തോ ചേച്ചി പിന്നെ വന്ന അപ്പൊ അതിൽ നിന്ന് നമ്മളെല്ലാവരും ഭയക്കേണ്ട അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ട, സ്നേഹിക്കേണ്ട, വിശ്വസിക്കേണ്ട
ഒരു വലിയ ശക്തിയാണ് പ്രപഞ്ച ശക്തി. അതിനെയാണ് നമ്മൾ ഒരർത്ഥത്തിൽ ദൈവം എന്ന് വിളിക്കുന്നത്. നമ്മൾ മനുഷ്യന്മാരങ്ങോട്ടും പേടിക്കൊന്നും വേണ്ട, സ്നേഹിച്ചാൽ മാത്രം മതി. പക്ഷേ ഇവിടെ പറയണ്ടായി മാതാപിതാക്കൾ. അജിത്ഭായി പറഞ്ഞു അദ്ദേഹം ശീലിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാര് പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഞാനും അങ്ങനെ തന്നെയാണ് ശീലിച്ചത്. ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ കാണിച്ചെന്ന വഴികളിലൂടെ ഞാനും ക്ഷേത്രങ്ങളിൽ പോകാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ പള്ളികളിൽ പോകാൻ തുടങ്ങിയതൊക്കെ എൻ്റെ അച്ഛൻ എന്നെ ശീലിപ്പിച്ചാണ്. അത് നമ്മൾ കേരളത്തിൽ കൂടുതലും ജാതി മത ഭേദമന്യെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതും നമ്മൾ ഒരുമിച്ച് ബിസിനസ്സുകൾ ചെയ്യുന്നതൊക്കെ. ആ ഒരു സ്നേഹം അത് നമ്മുടെ എല്ലാവരുടെയും വളർച്ചയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ അജികുമാർ സാർ പറയേണ്ടായി അലക്സാണ്ടറിന്റെ കാര്യം. അലക്സാണ്ടർ ദ ഗ്രേറ്റ് നമ്മൾ സ്കൂളിൽ പഠിച്ചു തുടങ്ങിയതാണ്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഒരാൾ വലിയ ഉയരത്തിലേക്ക് അല്ലെങ്കിൽ വലിയ കോടീശ്വരനായി, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു സുഹൃത്ത് അയാളുടെ ലൈഫ് ഭയങ്കര ഗംഭീര വളർച്ചയും കാര്യങ്ങളെല്ലാമായി, ഇതെല്ലാം കണ്ട് നമ്മൾ മാറി അസൂയപ്പെടുന്നു. നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ വളർന്ന് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാമെന്ന് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. കാരണം വരുമ്പോൾ നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിലെല്ലാവരും, അത് ഓരോ നാടിനും നമ്മൾ മലയാളികൾ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ഇതുപോലുള്ള വളർച്ചയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ പൈസ ഇടാനോ ഒന്നും പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥന അത് ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള കരുത്തുണ്ടാവാനും അവർക്കതിനുള്ള ഊർജവും അവരുടെ സമ്പത്തും എല്ലാം വളരുന്നത് നാടിന്റെ നന്മയ്ക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നന്മ ചെയ്യുന്ന ഓരോ വ്യക്തിയും, അത് ഇന്നാണെന്നല്ല ആരായാലും, നമ്മളെല്ലാവരും പൂർണ്ണ മനസ്സോടെ അവരെ സ്നേഹിക്കുക, പിന്തുണയ്ക്കുക, പ്രാർത്ഥിക്കുക. അതുകൊണ്ടുണ്ടാവുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? നമ്മുടെ അവിടെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ശിലയോടാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു ചൈതന്യമുണ്ട്. അത് നമ്മുടെ പ്രയർ കൊണ്ടുണ്ടാകുന്ന ഒരു ചൈതന്യം കൂടിയാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെ അത്ഭുതം പ്രവർത്തിക്കപ്പെടുന്നു. അപ്പോ മനുഷ്യന്റെ മനസ്സിന്റെ ഐക്യം, സ്നേഹം, പ്രാർത്ഥന, ഏതൊരു കുഞ്ഞിനെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഏത് സമുദായത്തിൽപ്പെട്ടതായാലും അങ്ങനെ ഉണ്ടാകുമ്പോൾ അവൻ ഭയക്കും, അവൻ സ്നേഹിക്കും, അവൻ വിശ്വസിക്കും. അത് നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തീർന്നോട്ടേ ചെയ്യും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ വരാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോടും അതുപോലെ ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരോടും, എൻ്റെ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം. 10-3 വർഷമായിട്ട് എന്നെ ഇവിടെ നിലനിർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, സിനിമകൾ വരുന്നുണ്ട്, എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അത് കാണാൻ മറക്കരുത്. താങ്ക് യു. എന്താ ചേച്ചി പ്രശ്നം? ചേച്ചി സ്റ്റേജിൽ വന്ന് പാട്ട് പാടുന്നതാണ്. ചേച്ചി, ഇത് കഴിഞ്ഞ് നമ്മുടെ മറ്റൊരു സഹോദരനായ മുരളീകൃഷ്ണയുടെ
വലിയൊരു ഗാനമേള തുടങ്ങുമ്പോൾ ഞങ്ങൾ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള പാട്ടുകളായിട്ടാണ്. നിങ്ങൾ എല്ലാവരും അത് കാണാം. അതുപോലെ എല്ലാം ഞാൻ എല്ലാവരും പറഞ്ഞു വെച്ചത് എല്ലാം ചെയ്തു തരാം. യോഗത്തിന് വേണ്ടി എൻ്റെ വാക്ക് പറയാൻ വേണ്ടി മൂകാംബിക ട്രസ്റ്റ് ബോർഡ് അംഗം